ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു മണി മേക്കിംഗ് വെബ്സൈറ്റിനെയാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കാം. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി റിട്ടേൺസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് ഇൻവെസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് റിട്ടേൺസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനൊരു വെബ്സൈറ്റാണ്. സംഭവം ഒരു ചാത്തൻ വെബ്സൈറ്റാണ്. അതായത് ഏത് സമയം വേണമെങ്കിലും ഇങ്ങനത്തെ വെബ്സൈറ്റൊക്കെ പൂട്ടി പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരും തന്നെ ഇതിൽ ക്യാഷ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ആരും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരുന്നതാണ്. ഇതിലെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആരും ഇതിൽ ക്യാഷ് ഇടരുത്. ഓക്കെ, അപ്പോൾ സംഭവമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്ത പോലെ തന്നെയുള്ള ഒരു വെബ്സൈറ്റാണ്. അതായത് ഇതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇത്ര എമൗണ്ടിൻ്റെ പല പല പാക്കേജ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഇഷ്ടമുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ വെബ്സൈറ്റിലോട്ട് എത്താനുള്ള ലിങ്ക് താഴെ നിന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്യാൻ ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. സോ ഇവിടെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, അതുപോലെ പാസ്വേഡ് സെറ്റ് ചെയ്യാം. ആ ഒരു പാസ്വേഡിന് ഒന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആയിട്ട് ഇൻവിറ്റേഷൻ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. സോ ഇതാണ് ലോഗിൻ ആയിട്ട് കഴിഞ്ഞിട്ടുള്ള പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് ഹോം പേജ്. അപ്പോൾ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ എന്താ സംഭവം എന്നൊക്കെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കണ്ട. മെഴ്സിഡൻസ് ബെൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേജിൻ്റെ പേരൊക്കെ. ഓക്കെ, അത് നിങ്ങൾ നോക്കണ്ട. അവിടെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിൻ്റെ ആ ഒരു പേജിലോട്ട് പോകും. അതായത് അവിടെ നമുക്ക് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കണ്ടില്ല, ആ ഒരു പ്രൊജക്റ്റ് കാര്യങ്ങളും കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ബ്ലോഗ് ഉണ്ട്, അതായത് ന്യൂസ് കാര്യങ്ങളൊക്കെ പോലെയാണെന്ന് നോക്കി. അതുപോലെ തന്നെ ടീം, അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റുകൾ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ജസ്റ്റ് ഈ ഇൻവെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മിനിമം എമൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 340 രൂപയുടെയാണ് ഇതിൽ മിനിമം വരുന്നത്. അപ്പോൾ ഡെയിലി ഇൻകം 278 രൂപയാണ്. ഓക്കെ, 278 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ സൈക്കിൾ 52 ഡേയ്സ് സൈക്കിളാണ്. അതായത് 52 ദിവസം കഴിയണം നിങ്ങൾക്ക് കിട്ടാൻ. ടോട്ടൽ നിങ്ങൾക്ക് 14,497 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കിത് കിട്ടണമെങ്കിൽ ഡെയിലി നിങ്ങൾക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഒരു 52 ദിവസം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ആ ടോട്ടൽ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത്രയും നാൾ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാവുമെന്ന് തന്നെ നമുക്കറിയില്ല. ഓക്കെ, അതിന് മുമ്പായിട്ട് തന്നെ പൂട്ടിപ്പോകും സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ആരും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്ന വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഇങ്ങനെയാണെന്ന് തോന്നുന്നത്. അതായത് ടോട്ടൽ അത് 52 ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം. പിന്നെ വേറെ സൈക്കിളുണ്ട്. VIP 2 ലെവലുകാർക്ക് വേണ്ടിയിട്ടാണ് ഇതുള്ളത്. അതായത് ഡെയിലി ഇൻകം 3,519 രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും. 4,240 രൂപയുടെ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മുകളിലായിട്ട് വെൽഫെയർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. വെൽഫെയറിൽ ക്ലിക്ക് ചെയ്താൽ അത് ഒറ്റ എമൗണ്ട് ഒറ്റ ദിവസം കൊണ്ടുള്ള സംഭവങ്ങളാണ്. 200 രൂപ ഇട്ടാൽ ഡെയിലി 300 രൂപ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് 300 ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള സംഭവമുണ്ട്. കൂടിയ എമൗണ്ടിൻ്റെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ആക്ടിവിറ്റിയിൽ അതുപോലെ തന്നെ വേറൊരു സംഭവമാണ്. 900 രൂപയുടെ ആണെങ്കിൽ 1000 റുപ്പീസ് കിട്ടും. ഓക്കെ, 1000 റുപ്പീസിൻ്റെ 900 രൂപ വെച്ച് ഡെയിലി കിട്ടും. അങ്ങനെ സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റീചാർജ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് ആരും റീചാർജ് ചെയ്യരുത്. ഓക്കെ, റീചാർജ് ചെയ്യാനായിട്ട് ഒരു അക്കൗണ്ടിൽ വന്ന ശേഷം റീചാർജിൽ ക്ലിക്ക് ചെയ്യുക. മിനിമം 100 രൂപയാണ് അതിൽ റീചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ 100 ആണെങ്കിൽ 100 എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ 340 രൂപയ്ക്ക് ആവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ എൻ്റർ ചെയ്യുക. 350 എൻ്റർ ചെയ്യാൻ ശേഷം ഇവിടെ കാണാൻ പറ്റും. അവിടെ പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഇവിടെ Paytm Pay എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അതിൽ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് പേജിലോട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോർമലി പേ ചെയ്യാവുന്നതാണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല, ഒരു QR കോഡാണ്. QR കോഡ് അല്ലെങ്കിൽ QR കോഡ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ട് UPI ID. അതിലോട്ട് നിങ്ങൾ പേ ചെയ്തിട്ട് ഇവിടെ UPI റെഫറൻസ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവർ എമൗണ്ട് കയറുന്നതായിരിക്കും. ഓക്കെ, സൈൻ ബോണസ് ആയിട്ട് ഒരു 40 റുപ്പീസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇൻവൈറ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ടീമിൽ ക്ലിക്ക് ചെയ്യുക. ടീമിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ ലിങ്ക് കൂടെ ഒന്ന് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോപ്പിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ 35% ആണ് ലെവൽ 1 ഉള്ള കിട്ടുന്ന കമ്മീഷൻ. ലെവൽ 2 ആണെന്നുണ്ടെങ്കിൽ 3%, ലെവൽ 3 1%. ഇങ്ങനെയാണ് ഇതിൻ്റെ കമ്മീഷനും കാര്യങ്ങളും കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ റിവാർഡ്സും കാര്യങ്ങളും ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ യൂസർ ലിസ്റ്റ് കാര്യങ്ങളും ഇവിടെ ആയിട്ടുണ്ട് താഴെ. ഓക്കെ, സോ ഇതൊക്കെയാണ് സംഭവം. പിന്നെ ഫോർച്യൂൺ ബാറ്റിൽ അങ്ങനെ എന്തോ സ്പിന്നിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രീ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പിന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്രോയിൽ കാര്യങ്ങൾ സെക്ഷൻ നോക്കാം. പിന്നെ ഇവിടെ വേറെ ടാസ്ക് സെൻറ്റർ ഉണ്ട്. ടാസ്ക് കണ്ടില്ലേ, ഒരാൾ 3 പേരെ ഇൻവൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 318 രൂപ അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഏണിങ്സ് കാര്യം ഇവിടെ നിന്ന് കിട്ടും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലക്കി ഡ്രോ ഉണ്ട്. ലക്കി ഡ്രോയിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് ലക്കി ഡ്രോ ഇല്ല, ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. വേറെ ഇൻവിറ്റേഷൻ നമ്മൾ പറഞ്ഞു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് വിഡ്രോയിൽ നോക്കാം.
വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ കാർഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് ബാങ്ക് നെയിം നിങ്ങളുടെ നെയിം, അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതായത് നിങ്ങളുടെ ID നമ്പർ, അതായത് ബാങ്ക് അക്കൗണ്ട് നമ്പർ ആണെന്ന് തോന്നുന്നു. ഇവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുക്കണം. അതുപോലെ ID നമ്പർ എന്ന് പറഞ്ഞാൽ ആധാറിലെ ഡീറ്റെയിൽസ് ആയിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഫേക്ക് ആയിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി. ഈ വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. വിഡ്രോ ചെയ്തിട്ട് ആ ഒരു ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, കാർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്രയാണ് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വിഡ്രോയിൽ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്യുക. അപ്പോൾ മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് 106 രൂപയാണ് മിനിമം. ഓക്കെ, 106 ആണെങ്കിൽ 106 എൻ്റർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം എൻ്റർ പാസ്വേഡ്, അതാ ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക, വിഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ വിഡ്രോ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എമൗണ്ട് കാര്യങ്ങൾ കയറുന്നതായിരിക്കും. പെട്ടെന്നൊക്കെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വിഡ്രോ ഹിസ്റ്ററി കാണിച്ചിട്ട് ഞാൻ ഒരു 1000 റുപ്പീസ് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 950 രൂപയാണ് അതിൻ്റെ ടാക്സ് കഴിച്ചിട്ട് കിട്ടിയത്. ഓക്കെ, അതായത് അത് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ബാങ്കിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു വിത്തിൻ സം ടൈം, അത് വിത്തിൻ സം ഹവേഴ്സ്. ഓക്കെ, ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പേയ്മെൻറ്റ് ഇപ്പോൾ ഒക്കെ പക്കയായിട്ട് കൊടുക്കും. അതായത് കുറച്ചാൾ കഴിഞ്ഞ് തന്നെ പേയ്മെൻറ്റ് ഇത് പൂട്ടി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് സംഭവം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഡെയിലി ഒരു പ്രാവശ്യം വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. 9 മണി മുതൽ 16:30, അതായത് എത്രയാണ് 12 4 ഓക്കെ 4 മണി വരെയാണ് വിഡ്രോയിൽ വരുന്നത്, 4:30 വരെ. ഓക്കെ, അപ്പോൾ സംഭവം അങ്ങനെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വെബ്സൈറ്റിനെ പറ്റി പറയാനുള്ളത്. താല്പര്യം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്രയാണ് ഈ വെബ്സൈറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.